സംസ്ഥാന സർക്കാരിന് ലക്ഷക്കണക്കിന് രൂപ റവന്യൂ വരുമാനം നൽകുന്ന ജില്ലയിലെ പ്രധാനപ്പെട്ട ലീഗൽ മെട്രോളജി വകുപ്പിന്റെ ഓഫീസും ചുറ്റുപാടും വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് എത്തുന്നു. കൊയിലാണ്ടി സർക്കിൾ 1 സർക്കിൾ 2 പ്രവർത്തിക്കുന്ന കൊയിലാണ്ടിയിലെ ഈ ഓഫീസ് ചോർന്നൊലിക്കുന്ന വാടക കെട്ടിടത്തിലും വൃത്തിഹീനമായ ചുറ്റുപാടിനാലും വീർപ്പുമുട്ടുകയാണ്. ചെറുതായ ഒരു മഴ പെയ്താൽ ഓഫീസിലെ കമ്പ്യൂട്ടറുകളും ഫയലുകളും നനഞ്ഞ് കേടുപാടുകൾക്ക് കാരണമാവുകയാണ്. കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി പിടിച്ചെടുക്കുന്ന അളവ് തൂക്കൽ ഉപകരണങ്ങൾ സൂക്ഷിക്കാനുള്ള സ്ഥല സൗകര്യവും ഇവിടെയില്ല. മെച്ചപ്പെട്ട ഭൗതിക സാഹചര്യത്തിനായി കൊയിലാണ്ടി താലൂക്ക് ഓഫീസിൽ കെട്ടിടം ലഭ്യമാക്കാൻ ഉന്നതാധികാരികളോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വർഷങ്ങളായി ആവശ്യപ്പെടുന്നുവെങ്കിലും സാങ്കേതികത്വത്തിൽ കുരുങ്ങി എങ്ങുമെത്താതാവുകയാണ്. മെച്ചപ്പെട്ട വാടക കെട്ടിടത്തിനായി തന്നെ ശ്രമിച്ചാൽ സർക്കാരിന്റെ തുച്ഛമായ വാടകയ്ക്ക് സ്വകാര്യ വ്യക്തികൾ കെട്ടിടം നൽകുന്നുമില്ല. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും അസഹ്യമായി തോന്നുന്ന നിലവിലെ കെട്ടിടവും ചുറ്റുപാടും ഉദ്യോഗസ്ഥരിൽ രോഗഭീതി ഉളവാക്കുന്നു. കൊയിലാണ്ടി നഗരസഭ നടുവണ്ണൂർ, ഉള്ളിയേരി, അത്തോളി, ഉണ്ണികുളം, ബാലുശ്ശേരി, ചെങ്ങോട്ടുകാവ് പഞ്ചായത്തുകൾ സർക്കിൾ 1ലും മറ്റു പഞ്ചായത്തുകൾ സർക്കിൾ 2ലും ഉൾപ്പെടുന്നു. ഇവിടങ്ങളിൽ നിന്നുമായി നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി വിവിധ ആവശ്യങ്ങൾക്കായി ഈ ഓഫീസിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. എന്നാൽ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന ഭാവത്തിലാണ് ഉന്നത അധികാരികൾ.